Hi friends, LINI'S FOOD CORNER like എല്ലാവർക്കും സ്വാഗതം. ചാള വെട്ടി തേച്ച് കഴുകിയെടുക്കുന്ന ഒരു ചെറിയൊരു വീഡിയോയും പിന്നെ നമ്മൾ ചാള കൂർക്കിട്ട് വെക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ചാള വെട്ടുന്നത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക, വാലൊക്കെ കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്കതിൻ്റെ ചെതമ്പൽ കുത്തിക്കളയാം. ഇതിപ്പോൾ നെയ്യുള്ള സമയമാണ്. നെയ്യുള്ള സമയത്താണ് നമ്മൾ കൂർക്കയിട്ട് ചാള കറി വയ്ക്കുന്നത്. ആ സമയത്ത് കറി വെച്ചാലാണ് ടേസ്റ്റുള്ളൂ. കാരണം ആ നെയ്യൊക്കെ കൂർക്കയിൽ കയറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെതമ്പല് കളഞ്ഞിട്ട് ആ ചെകളെയൊക്കെ കട്ട് ചെയ്യുന്ന ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം കാണിക്കുന്നില്ല, ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. ചാള എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനത് പുറത്ത് കൊണ്ടുവച്ചാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതാണൊരു ഷെയ്ഡ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇനി കറി വയ്ക്കാം. അപ്പോൾ കൂർക്ക ഇതുപോലെ വലിയ കൂർക്കയാണെങ്കിൽ രണ്ടാക്കി കട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാം പാൽ ഞാൻ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാം പാൽ പിഴിയുമ്പോൾ കുറച്ചധികം പിഴിഞ്ഞെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂർക്കയും കൂടി വെന്ത് കിട്ടാനുള്ളതാണ്. അപ്പോൾ കൂർക്ക ഞാൻ പകുതി വേവാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കൂർക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ വേവിക്കാതെ തന്നെ കറിയുടെ കൂടെ ഇട്ട് വേവിക്കാം. പക്ഷേ ചില കൂർക്കകൾ വെന്തില്ലെന്ന് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കൂർക്ക ഒരു പകുതി വേവാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതിലേക്കൊരു 1/2 സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൻ്റെ ആ ഒരു പച്ചമണം ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ. ഒത്തിരി മുരിഞ്ഞിട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ അതൊരു മീൻ കറിയുടെ ഒരു ടേസ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാലുണ്ടല്ലോ, അതൊരു 2.5 ഗ്ലാസോളം ഉണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. പിന്നെ കുടംപുളിയും ചേർക്കണം. നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ എപ്പോഴും ഉപ്പും പുളിയും കുറച്ച് മുന്നിട്ട് വെക്കുക. എന്നാലും നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പും പുളിയായിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ കറി വയ്ക്കുമ്പോൾ മീൻകറി വയ്ക്കുമ്പോൾ ഉപ്പും പുളിയും കുറച്ച് മുന്നിലേ നിൽക്കണം. അതനുസരിച്ച് ഉപ്പും അതുപോലെ തന്നെ കുടംപുളി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ കൂർക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂർക്ക ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ടിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒരു ചട്ടകം വെച്ച് പതുക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ചട്ടി എടുത്തിട്ട് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പം മീൻ താഴേക്ക് ആയിക്കോളും. കാരണം ഗ്രേവി മീനിൻ്റെ മേലെ കിടക്കണം. എന്നാലേ മീനിലേക്ക് ശരിക്കും ഉപ്പും പുളിയൊക്കെ കയറുള്ളൂ. അതേപോലെ നമ്മൾ മീനൊന്ന് ഈ ഗ്രേവിയിലേക്ക് ഒന്ന് താഴ്ത്തിയിട്ട് കൊടുക്കുക. ഇനി ഇത് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചാള വേവണ ടൈം മതി. കാരണം കൂർക്ക ഒരുവിധം വെന്തതാണ്. അപ്പോൾ കൂർക്ക വെന്തത് കൊണ്ട് ഒരു 10 മിനിറ്റ് ചാള വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
തിളപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നേരം തിളപ്പിക്കരുത്. ഒത്തിരി നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ തേങ്ങാപ്പാൽ ചിലപ്പം പിരിഞ്ഞ് വരും. അതല്ലെങ്കിൽ ആ ഗ്രേവിയുടെ ആ ടേസ്റ്റ് കറക്റ്റ് ആ പാലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ, അത് ഇല്ലാതെ പോകും. ഇപ്പം തന്നെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളിയും വേപ്പിലയും കൂടി മൊരിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും വേപ്പിലും മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒരു 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു ഭംഗിയായിരിക്കും. കാരണം നമ്മൾ ഇതുപോലെ തേങ്ങാപ്പാൽ ഒത്തിരി ഒഴിച്ച് കറി വയ്ക്കുമ്പോൾ കറി അധികം റെഡ് കളർ ഉണ്ടാവില്ല. പക്ഷേ കറി കാണാൻ എപ്പോഴും ഭംഗി ഒരു റെഡ് കളർ മുകളിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്ത് താളിച്ചതിലേക്ക് ഇടുന്നത്. ഇപ്പം നമ്മുടെ കൂർക്കയും ചാളയും കൂടി വെച്ചിട്ടുള്ള കറി ടേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതിൻ്റെ ചാള കഴിക്കുന്നതിനേക്കാളും രസം ആ കൂർക്ക കഴിക്കാനാണ്. നെയ്യുള്ള സമയത്ത് മാത്രമേ ചാള ഇട്ടിട്ട് കൂർക്ക വെച്ചാൽ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.